ജോസ് കവനതരംഗം എഡിഷൻ 4 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇരുത്തം വന്ന എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ? ഇരുത്തം വന്ന ആൾക്കാർ. ഇന്നാണ് ഈ കണ്ടസ്റ്റൻസിന് ഒരു ഇരുത്തം വന്നത്. ഞങ്ങൾക്ക് 3 പേരിൽ എനിക്ക് ഇന്നാണ് കൃത്യമായിട്ടൊരു ഇരുത്തം വന്നത്. അപ്പൊ ഇരുത്തം വന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ജോസ് കവനതരംഗം എഡിഷൻ 4. ഇന്ന് ജോസ് കവനതരംഗം എഡിഷൻ 4ന്റെ 12 കണ്ടസ്റ്റൻസും റെഗുലർ ജൂറി പാനലും രണ്ടു പക്ഷമായി തിരിഞ്ഞ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കേരളീയർ ചില വ്യവസ്ഥകളിലും ചിട്ടകളിലും ഒക്കെ ജീവിക്കുന്നവരാണ്. പക്ഷെ ഒരു പക്ഷേ പല കാര്യങ്ങളും പുതിയ തലമുറ ഈ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തു പോകുന്നതാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ പ്രണയം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ വിവാഹത്തിന് മുൻപ് പ്രണയിക്കുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്ത ആൾക്കാർ പോലും ഒരു പക്ഷേ കല്യാണം കഴിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ സാഹചര്യവും, ഞാൻ എന്റെ ഭാര്യയുടെ തോളത്തൊന്ന് കൈ തൊട്ടാൽ ഈശ്വര എന്റെ അച്ഛൻ എന്ത് വിചാരിക്കും, അല്ലെ എന്റെ അമ്മ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ആണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ വസിക്കുന്നത്. അപ്പോ ഭാര്യ ഭർത്തൃ പ്രണയം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണോ അതോ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണോ എന്നുള്ള വിഷയമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് തുടങ്ങട്ടെ. ഇപ്പൊ ഈ വിഷയത്തിൽ ഇവിടെ വന്നിരിക്കുമ്പം എനിക്ക് ഓർമ്മ വന്ന 1-2 ഇൻസിഡൻസ് ഞാൻ പറയാം. അവിടെ നിന്ന് തുടങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു 4-5 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു കോൺട്രവേഴ്സറി ആയിട്ടുള്ള, പുറത്ത് പറയാൻ കൊള്ളാത്തൊരു വിഷയം ഉണ്ടായിരുന്നു. പുറത്ത് പറയാൻ കൊള്ളാത്തത് പറഞ്ഞാൽ കേരളത്തിന് വെളിയിലുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അയ്യേ എന്ന് പറഞ്ഞു പോകാവുന്ന ഒരു വിഷയം. ഒരു വലിയ കേസായിരുന്നു അത്. ചാണ്ടി സാറുടെ ഭാര്യയുടെ മടിയിൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ ഒന്ന് കിടന്നുപോയി എന്നുള്ളത് വലിയ കേസും ബുക്കാറും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമായി. 2, വയലാർ രവിയുടെ ഭാര്യ മേഴ്സി രവി അസുഖമായിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് വളരെ സ്വീറ്റ് ആയിട്ട് തോന്നിയ ഒരു പിക്ചറാണ്. വയലാർ രവി സാർ വന്നിട്ട് മേഴ്സി രവിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇത് കണ്ടിട്ട് എന്നെ ഒരാൾ ചോദിച്ചു, ഇത് എന്താണ് രാഷ്ട്രീയക്കാർക്ക് പെരുമാറാറില്ലേ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടൊരു വിഷയം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഇങ്ങനെ കൺട്രൈവ്ഡ് ആയിട്ട് സങ്കുചിതമായിട്ട് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? അവിടെ അല്ലാതെ എവിടെയത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? അങ്ങനെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കിഷോർ. അല്ല, ഇപ്പോ മിഥുനം പടത്തിന്റെ കഥ എന്താണ്? പ്രണയിക്കുന്ന കാലത്ത് നമുക്ക് പ്രണയം കാരണം എക്സ്പ്രസ് ചെയ്യാം. ഈ നമ്മുടെ വ്യക്തി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടേതാണെന്ന് തോന്നിക്കഴിയുമ്പോ പിന്നെ അതിന്റെ ഒരു ഓവർ ആക്ട് എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പോ മേനോൻജി പറഞ്ഞു വയലാർ രവി സാറ് അങ്ങനെ ആ ഒരു ഘട്ടം അതാണ്. നമ്മളൊന്ന് ആശുപത്രി കിടക്കുന്നു, വന്ന് നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് എങ്ങനെയുണ്ട് നിനക്ക്, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇരിക്കാം, അടുത്തിരിക്കുന്ന ഒരു ബലവാ. കാണുന്നവരുടെ മുമ്പിലൊക്കെ കയ്യും കാലും പിടിച്ചത് കയ്യിൽ പിടിച്ച് നടക്കുന്നു എനിക്ക് താല്പര്യമില്ല. ഇതിനോട് ചേച്ചിയോട് ഞാൻ ചോദിക്കാണ്. ഇപ്പൊ ചേച്ചി കുറെ നാള് ഷൂട്ടിംഗ് സെറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, അനിൽ ചേട്ടനും ഉണ്ട്, നിങ്ങൾ രണ്ടും കുറെ നാൾക്ക് ശേഷം കാണുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുള്ള സമയത്ത് പെട്ടെന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ചിരിക്കോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ തട്ടോ എന്തെങ്കിലും ചെയ്യണം ചിരിച്ചിട്ട്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അതെ അതെ അതെ. പക്ഷെ നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹസ്ബൻഡിനോട് നമുക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യാം ആണ്. അതിനാണ് നമ്മളുടെ എക്സ്പ്രഷൻ. നമ്മൾ അതിന് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ഓക്കെ. ഈ വന്ന ഗസ്റ്റ് അവിടെ കിടക്കാൻ വരുന്ന അല്ലല്ലോ, അവരൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പോകും. അത്ര വെപ്രാളം പെട്ടിരിക്കുന്ന ആളല്ല ഞാൻ. അല്ല, നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. വന്നപ്പോ 3-4 ഞങ്ങൾ തമ്മിൽ കണ്ടാ തുറന്നു പറയട്ടെ, ആദ്യം കണ്ടാ വഴക്കുണ്ടാക്കും. നേരിട്ട് കണ്ടാൽ ആദ്യം മുഖത്തോട് വഴക്ക് കഴിഞ്ഞേ ബാക്കി മാറ്റർ പറയാറുള്ളൂ. അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹമുണ്ട്. അപ്പം അവരെ ഒരു നോട്ടം മതി എക്സ്പ്രസ് ചെയ്യാൻ. അവരെ ഗസ്റ്റിന്റെ മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നില്ല ഒരു ഷോ ആണ് ലവ് എന്നുള്ളത്. നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ എന്താ പറയാ, ബോട്ടം ഓഫ് ഹേർട്ട്, അതിൽ നിന്ന് വരുന്നതാണ് ലവ്. അത് നമ്മൾ ഒരാൾക്ക് ഷോ ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കില്ല. റിലേറ്റീവ് ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുമ്പം, അത് പ്രായമായ ആൾക്കാർ ഇരിക്കുമ്പം അത് ലവ് എക്സ്പ്രസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് വൈഫിനെ ഒന്ന് ടച്ച് ചെയ്യുന്നതും അതൊക്കെ ഒരു ലിമിറ്റാണ്. അതല്ലാതെ പലർക്കും അത് പ്രകടിപ്പിക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ പോലും ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് അത് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് മനസ്സിൽ നിങ്ങൾ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ നമ്മുടെ പാർട്ട്ണറെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലും കൂടെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും നമ്മുടെ അമ്മയാണ് നമ്മളെ മനസ്സിലാക്കുക.
പിന്നെ നമ്മുടെ പങ്കാളി മനസ്സിലാക്കിയിരിക്കും. 10 ദിവസം മതി, 10 ദിവസം പോലും വേണ്ട, 10 മിനിറ്റ് മതി. പക്ഷേ പ്രണയത്തിന് മുമ്പുള്ളവര് പറയുന്നതൊക്കെ കള്ളത്തരമാണ്. എനിക്കുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത്, എന്റെ ഹസ്ബൻഡ് ഒരാഴ്ചത്തെ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുക, ടാക്സിയിൽ വന്ന് ഗേറ്റിന്റെ മുന്നിൽ ഇറങ്ങി, ഗേറ്റും ഡോറും തമ്മിൽ ഒരു 10 ഫീറ്റിന്റെ ദൂരമുണ്ട്. ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പുള്ളിയുടെ ബാഗ് ആദ്യം എടുക്കണോ, പുള്ളിക്ക് കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കണോ, അല്ലെങ്കിൽ പുള്ളിയെ ഒന്ന് ഒരു സെമി ഹഗ്ഗെങ്കിലും ചെയ്യണോ? ഞാനാണെങ്കിൽ ടാക്സി എവിടെ ഉണ്ട്, ഓട്ടോ എവിടെ ഉണ്ടെന്നുള്ളതല്ല എന്റെ മനസ്സിലുള്ള ചിന്ത. അപ്പോൾ എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കാണുന്നു, എനിക്ക് വേറെ ആരെയും ഇതില്ല, എന്നാൽ ഞാൻ ആ ഹഗ് ചെയ്യുന്നതിൽ ആർക്കും ഒരു തെറ്റും തോന്നാത്ത മാതിരിയുള്ള ഒരു ഹഗ് ഞാൻ കൊടുത്തിരിക്കും. തിരിച്ചു അങ്ങനെയാണോ? ബ്ലസ്സിയോടും അദ്ദേഹം അതേപോലെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ആ ഹഗ് കിട്ടണം എന്നുള്ള ആ ഒരു തോന്നലിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റിവെക്കാൻ പറ്റും. ആ പ്രൊഫൈലാണെങ്കിൽ പോലും ഇതുപോലുള്ള പ്രകടനങ്ങളൊന്നും ഇല്ലാതിരുന്ന, അതെ, ഭർത്താവുമായിട്ട് എങ്ങനെ എത്ര ദൂരത്തിലിരിക്കാമെന്ന് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരാളാണ് മിനി. എനിക്കൊന്ന് ഈ കൂട്ടത്തിൽ ഈ ഒരു ടീമിലെ ഏറ്റവും യോഗ്യരായ ഒരു വ്യക്തി ടീമംഗം മിനിയാണ്. സമീറിനോട് പ്രൈവറ്റ് ആയിട്ട് എനിക്കൊരു ഇഷ്ടം കാണിക്കണമെങ്കിൽ അത് ബാക്കിയുള്ള ഒരാൾ വന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി ഇവർക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല. അത്രയും റെസ്പെക്ട് ഞാൻ ആ പ്രണയത്തിന് കൊടുക്കുന്നത് കൊണ്ടാണത്. മിനി, ഒരു കാര്യം, സൊസൈറ്റി ആണോ തീരുമാനിക്കുന്നത് നമ്മൾ എത്ര സ്നേഹിക്കണം എന്ന്? എന്റെ പ്രണയത്തിന് മറ്റൊരാൾ കണ്ടുനിന്ന് പരിഹസിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആ റെസ്പെക്ട് കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. പിന്നെ മിനി, അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന് വേറെ പെണ്ണിനെ കൊണ്ട് ഇഷ്ടം പറ്റില്ലല്ലോ. അവനവന്റെ ഭാര്യയുടെ മടിയിലിരുന്നിട്ട് അവനവന്റെ ഭാര്യയുടെ മടിയിലല്ല കിടക്കുന്നത്. അത് ക്യാമറയൊന്നുമില്ല, ട്രെയിനിലാണ് കിടക്കുന്നത്. വയ്യായിക തോന്നിയാൽ അവനവന്റെ ഭാര്യയുടെ മടിയിലൊന്ന് അത് വളരെ നല്ല കാര്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? അത് വളരെ നല്ല കാര്യമാണ്. അതിന് ആ റെസ്പെക്ടോടെ ബാക്കിയുള്ളവർ കാണുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്.